നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോയിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. അപ്പം ഞാനതൊരു ട്യൂട്ടോറിയലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഒരു സ്റ്റൈലസോ അല്ലെങ്കിൽ എം ടി ആയിട്ടുള്ള ഒരു ബോൾ പെന്നോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പേപ്പറിൽ ഗ്രൂവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടൂള് ഡ്രോയിങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ടൂളിൻ്റെ ലിസ്റ്റിലൊന്നും ഞാൻ പെടുത്താറില്ല. കാരണം നമ്മൾക്ക് വേണ്ടുന്നത് ഇതേപോലെ ഇൻഡൻറ്റിങ് മെത്തേഡ് ചെയ്യാൻ പറ്റിയൊരു ടൂള് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ശരിക്കും ഒരു സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല. സിമിലറായിട്ടുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ എം ഡി ആയിട്ടുള്ള ബോൾ പെന്ന് ഒരു നല്ല ഓപ്ഷനാണ്. ഇതുപോലുള്ളൊരു ടൂൾ ഉപയോഗിച്ച് പേപ്പറിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഗ്രാഫൈറ്റ് ഇതിന് മുകളിൽ കൂടി ലെയർ ചെയ്യുമ്പോൾ ആ ഗ്രൂവിലേക്ക് ഗ്രാഫൈറ്റ് ഇറങ്ങാതിരിക്കുകയും ഒരു വൈറ്റ് ലൈൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടി ഗ്രാഫൈറ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അതിനെ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ചില പണികൾ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഹെയർ വരയ്ക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സമയവും സൗകര്യവും പോലെ ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഹെയർ വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ഹെയറിൻ്റെ ഡയറക്ഷൻ എന്താണ്, എവിടെയാണെന്ന് കൃത്യമായി നോക്കി വേണം ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ പേപ്പറിൽ വരയ്ക്കാൻ. ഞാനിപ്പോൾ പേപ്പറിൽ എനിക്ക് ആവശ്യമുള്ളത്ര ഗ്രൂവ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രാഫൈറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് സ്റ്റെഡ്ലറിൻ്റെ ഒരു 2B പെൻസിലാണ്. അതായത് സ്റ്റെഡ്ലർ മാസ് ലൂമോഗ്രാഫ് സീരീസിലുള്ള ബ്ലാക്ക്, ഇവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലാക്ക് സീരീസിലുള്ള പെൻസിലാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനത് അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹെയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഹെയറിന് പല സെഗ്മെൻ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോസൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവിടെ ഡാർക്കായിട്ടുള്ള ടോണ് വേണ്ടി വരും, അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ടോൺ ആവശ്യം വരും. അപ്പം ആ ടോണൽ വാല്യൂസ് നോക്കി വേണം നമ്മൾ ഗ്രാഫൈറ്റ് അപ്ലൈ ചെയ്യാൻ. ഞാനൊരു നോർമൽ 2B പെൻസിൽ ഉപയോഗിച്ച് ഹെയറിൻ്റെ ഒരു മിഡ് ടോൺ വാല്യൂസ് ആഡ് ചെയ്യുകയാണ്. അപ്പം ഹെയറിൻ്റെ ആ ഡാർക്കർ വാല്യൂയിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ പെൻസിലിൽ സ്ട്രോക്ക് ആഡ് ചെയ്യുന്നത്. ലൈറ്റിൽ നിന്ന് ഡാർക്ക് ടോണിലേക്ക് വരുന്ന രീതിയിൽ വേണം ഗ്രാഫൈറ്റ് ലെയർ ചെയ്യാൻ.
അടുത്തതായിട്ട് ബ്രിസിൽ കട്ട് ചെയ്ത ഒരു ചെറിയ ബ്രഷ് കൊണ്ട് ഞാൻ സ്മഡ്ജ് ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ ബ്രഷ് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇത്തരം വൈറ്റ് ഹെയർ വരയ്ക്കുന്ന ഭാഗങ്ങളിൽ അതിനൊരു റിയലിസ്റ്റിക് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള സ്മഡ്ജിങ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഡാർക്ക് വാല്യൂസ് വേണമെന്നിടത്ത് അത്യാവശ്യം പ്രഷർ അപ്ലൈ ചെയ്ത് സ്മഡ്ജ് ചെയ്യുക. ലൈറ്റായിട്ടുള്ള ഷെയ്ഡുള്ളിടത്തേക്ക് വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ പ്രഷർ കുറച്ച് വേണം നിങ്ങൾ സ്മഡ്ജ് ചെയ്യാൻ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഹെയർ അത്യാവശ്യം പോപ്പപ്പ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈൻസൊക്കെ ഒന്ന് റീഫൈൻ ചെയ്യണം. നല്ല ക്ലിയർ ആക്കി എടുക്കണം. അതായത് ബാക്ക്ഗ്രൗണ്ടും ഹെയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഭാഗം അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ. ഇതേ പ്രോസസ്സ് ഞാൻ കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ടൂളിനെ കുറിച്ച് ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചിരുന്നു, ഇതെവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ. എനിക്ക് അവരോടും ഇപ്പോൾ ഇത് കാണുന്ന ഇതേക്കുറിച്ച് സംശയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തൊരു വൈറ്റ് ഹെയർ വരയ്ക്കാൻ വേണ്ടി ഈ ടൂള് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. സിമിലർ ആയിട്ടുള്ള അതായത് എം ഡി ആയിട്ടുള്ള ഒരു ബോൾ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടൂള് അത്ര നിർബന്ധമുള്ള സംഭവമൊന്നുമല്ല. ഇനിയും വേണമെന്നുള്ളവർക്ക് ആമസോണിൽ ക്രാഫ്റ്റിംഗ് ടൂൾ അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗ് സ്റ്റൈലസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഈ ടൂള് കിട്ടും. അധികം കോസ്റ്റ്ലി അല്ല. ഇത് തന്നെ വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ടോംബോയുടെ ഒരു മോണോ സീറോ ഇറേസർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഇറേസർ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഡീറ്റെയിൽഡ് വർക്കിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പെൻസിൽ ഡ്രോയിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ടോംബോ മോണോ സീറോ ഇറേസർ ആയിരിക്കും. കുറച്ച് ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്, ക്ഷമിക്കണം. ഞാൻ മാനുവൽ ഫോക്കസിലിട്ടിട്ടാണത് റെക്കോർഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അത് കൂടുതലും ഫോക്കസ് ആയിരിക്കുന്നത്. ഈ ഇറേസർ ഉപയോഗിച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഷാർപ്പായിട്ടുള്ളൊരു പെൻസിൽ ഉപയോഗിച്ച് ഒരു ഡാർക്കർ വാല്യൂ പെൻസിൽ ഉപയോഗിച്ച് ലൈൻസൊക്കെ ഒന്ന് റീഫൈൻ ചെയ്തെടുക്കുക. നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഹെയർ വരയ്ക്കുന്ന ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.